എനിക്ക് ഈ വ്ളോഗൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ദാറ്റ് ഈസ് വ്ളോഗ് എന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് വീഡിയോ എൻ്റെ ഫോണിലുണ്ട്. പക്ഷെ ഞാൻ പോലും എഡിറ്റ് ചെയ്യാറോ പോസ്റ്റ് ചെയ്യാറോ ഇല്ല. സോ ഐ തോട്ട് ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കാം. ഞങ്ങൾ ഇഷാരൻ്റെ ഷൂട്ടിന് ഇറങ്ങിയേക്കുവാ. കുറച്ച് എന്തോ ആർട്ടിഫിഷ്യലാണ്. ഞങ്ങൾ ഇഷാരൻ്റെ ഷൂട്ടിന് ഇറങ്ങിയ കുറച്ച് മരുന്നുകൾ കണ്ടെത്തുന്നൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് 2 ഷൂട്ടുണ്ടായി. അതിൽ ഇഷാര എന്ന് പറയുന്നത് ബിയോണ്ടിൻ്റെ ക്ലയൻ്റാണ്. ആൻഡ് ബിയോണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും. ബിയോണ്ട് എൻ്റെ ഒരു മാർക്കറ്റിംഗ് ഏജൻസിയാണ്. സോ ദുബായിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഏജൻസിയാണ്. ബട്ട് നമുക്ക് നാട്ടിലും ക്ലയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇഷാരൻ്റെ ഷൂട്ടിൻ്റെ കുറച്ച് ക്ലിപ്സാണ് അവിടെ ഞാൻ ആഡ് ചെയ്യുന്നത്. മരുന്നുകളൊക്കെ ഇത് ഈ വീട്ടിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഇവിടുത്തെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ പച്ചമരുന്നുകളൊക്കെ കിട്ടി. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അതായത് ഞങ്ങളിങ്ങനെ ഈ പച്ചമരുന്നുകളൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു ചേച്ചിയാണ് ഞങ്ങളെ ഈ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പം അവിടുത്തെ താത്ത എന്ന് പറഞ്ഞാൽ വെരി കൈൻഡ്. ഞങ്ങൾക്ക് അവർ മാത്രമല്ല, എല്ലാവരും ഭയങ്കര കൈൻഡായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ തന്ന് ആൻഡ് ഓൾസോ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തി. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര കൈൻഡായിട്ടുള്ള. അതുപോലെ ആ വീട്ടിലൊരു ചേട്ടൻ വന്നു പെട്ടെന്ന്. കുറച്ച് ചോറ് തരുമെന്ന് വെച്ചിട്ട് ഒരു ചോറും കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ആ ചേട്ടൻ ഫുഡും കഴിച്ച് പോയി. ആരുമില്ലാത്ത ഒരു ചേട്ടനാണ്. ഞാൻ ശരിക്കും എന്തോരം നല്ല മനുഷ്യന്മാരല്ലേ ഈ ലോകത്ത്. ആ ചേച്ചിയാണ് ഞങ്ങളെ ഒരുപാട് മക്കളെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കാണിച്ചു തന്നത്. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര കൈൻഡായിട്ടുണ്ട്. അപ്പം അവർക്കൊന്നും ഇങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നമുക്ക് ഷൈനിഷ് എന്ന് പറയുന്ന ഒരു നമ്മൾ തന്നെ ഒരു ജ്വല്ലറി ബ്രാൻഡാണ്. അപ്പോൾ അതിന് കുറച്ച് ഷൂട്ടുണ്ടായി. അതിന് കുറച്ച് ബ്യൂട്ടി സാധനങ്ങൾ കാണുന്നത് നമ്മൾ സോർട്ട് ചെയ്യുന്നതും പിന്നെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട്. സോ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഉമ്മ ഉപ്പ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു തിരിച്ചു വന്ന് ആൻഡ് അങ്ങനത്തെ കുട്ടി സ്റ്റോറി. എൻ്റെ വ്ളോഗ്, മൈ വ്ളോഗ്.